നമുക്ക് അഡീഷൻ തിയറത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനും കൂടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് എക്സാമിന് വരുമോ എന്ന് ഉറപ്പില്ല, പക്ഷെ നിങ്ങൾക്ക് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഠിക്കണ്ടേ, പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ 3 പേര് വരുന്ന അഡീഷൻ തിയറം. അപ്പോൾ എഴുതും. അഡീഷൻ തിയറം എന്ന് ഹെഡിങ് കൊടുത്താൽ മതി. അഡീഷൻ തിയറം എന്ന് ഹെഡിങ് കൊടുത്താൽ മതി. അപ്പോൾ എഴുതണം N of A union B union C is equal to N of A plus N of B plus N of C minus N of A intersection B minus N of B intersection C minus N of A intersection C plus N of A intersection B intersection C. നോക്കൂ എങ്ങനെ ചെയ്യുന്നത്. എയും ബിയും സിയും തമ്മിലുള്ള യൂണിയൻ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ N of A plus N of B N of C 3 കൂടെ ആഡ് ചെയ്തു. ഇത് സബ്ട്രാക്ട് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കൂ. എ ഇന്റർസെക്ഷൻ ബി സബ്ട്രാക്ട് ചെയ്യണം. അതായത് എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ നോക്കിക്കോണേ. എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ, ബിയും സിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ, എയും സിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ. അതിനുശേഷം 3ന്റെയും കൂടെ ഇന്റർസെക്ഷൻ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. N of A ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ N of A യൂണിയൻ ബി യൂണിയൻ സി സി നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് പറഞ്ഞേ. അവിടെ ഇരുന്ന് മൈക്ക് ഓൺ ചെയ്യണ്ട, അല്ലാതെ പറഞ്ഞേ. N of A യൂണിയൻ ബി യൂണിയൻ സി is equal to N of A plus N of B plus N of C minus N of A intersection B minus N of B intersection C minus N of A intersection C plus N of A intersection B intersection C. ഒരു ചോദ്യം ചെയ്തു. In a school sports meet, 250 students are participated. 250 students are participated and got medals. 250 students participated, got medals. And when 250 students participated, got medal. 250 students participated, got medal. 100 got medal in football. 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 120 got medal in basketball. 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 And 130 got medal in volleyball. And 130 got medal in volleyball. And 130 got medal in volleyball. Among these 50 got medal in football and basketball.
50 got medal in football and basketball. 50 got medal in football and basketball. Twenty got medal in basketball and volleyball. 20 got medal in basketball and volleyball. 20 got a medal in basketball and volleyball. 20 got medal in basketball and volleyball. And 40 got medal in football and volleyball. 40 got medal in football and volleyball. How many students got medal in all the three? How many students got medal in all the three items? How many students got the medal in all the three items? മൂന്നിനും മെഡൽ കിട്ടിയത് ആരെല്ലാമാണ്? മൂന്നിനും മെഡൽ കിട്ടിയത് ആരെല്ലാമാണ്? ചെയ്യോ തന്നെ? അപ്പൊ നമ്മള് FB V എന്ന് എടുക്കാം അല്ലെ? ഫുട്ബോള്, ബാസ്കറ്റ്ബോള്, വോളിബോളിന്. അപ്പൊ അവർ തന്നേക്കുന്ന എന്താ? NO ഫുട്ബോൾ യൂണിയൻ, ബാസ്കറ്റ്ബോൾ യൂണിയൻ, വോളിബോൾ എന്ന് പറയുന്നത് 250 പേർക്ക് കിട്ടി മെഡല്. ഫുട്ബോളിന് 100 പേർക്ക് കിട്ടി. ബാസ്കറ്റ്ബോളിന് 120 പേർക്ക് കിട്ടി. വോളിബോളിന് 130 പേർക്ക് കിട്ടി. ഫുട്ബോളിനും ബാസ്കറ്റ്ബോളിനും അതിനെയാണ് നമ്മൾ F ഇൻഡെസിഷൻ B എന്ന് വിളിക്കുന്നത് അല്ലെ? ഫുട്ബോളിനും ബാസ്കറ്റ്ബോളിനും കിട്ടിയവരുടെ എണ്ണം 50 ആണ്. ബാസ്കറ്റ്ബോളിനും വോളിബോളിനും കിട്ടിയവരുടെ എണ്ണം 20 ആണ്. ഫുട്ബോളിനും വോളിബോളിനും കിട്ടിയവരുടെ എണ്ണം 40 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നോ ഫുട്ബോളിനും ബാസ്കറ്റ്ബോളിനും വോളിബോളിനും കിട്ടിയവരുടെ എണ്ണം എത്രയാണ്? F ഇൻഡെസിഷൻ B ഇൻഡെസിഷൻ B എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതുന്നേ? NO F union B union C is equal to N of F plus N of B plus N of V minus N of F intersection B minus N of B intersection B minus N of F intersection B plus N of F intersection B intersection അല്ലേ? ഇത്ര മനസ്സിലായോ? നല്ലപോലെ ഇത്ര നല്ലപോലെ മനസ്സിലായോ? ഇവിടെ 250 ഇട്ട് കൊടുക്കാം. 250 is equal to 100 plus 120 plus 130 minus 50 minus 20 minus 40 plus NO F intersection B intersection V ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ 250 ഉണ്ട്.
ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ 100, 120, 220, 130, 350. 350 നിന്ന് 50 കുറച്ചാൽ 300, 300 നിന്ന് 20 കുറച്ചാൽ 280, 280 നിന്ന് 40 കുറച്ചാൽ 240. This is 240. 240 plus NO F intersection B intersection B എന്ന് കിട്ടും. So NO F intersection B intersection B is equal to 250 minus 240. Answer 10 പേർക്കാണ് 3നും ഇടയിൽ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ചോദ്യം. In a survey of 400 students, in a survey of 400 students, in a survey of 400 students, Hundred take apple juice. 100 പേര് ആപ്പിൾ ജ്യൂസ് എടുക്കുന്നു. 100 take apple juice. 100 take apple juice. 150 take orange juice. 75 take both apple and orange juice. 75 take both the apple and orange juice. 75 take both the apple and orange juice. How many students take neither apple juice nor orange juice? ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കുടിക്കാത്ത എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കുടിക്കാത്ത എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ ആദ്യമേ വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് തരാം. പിന്നീട് നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കേ. അപ്പോൾ ഞാൻ ആപ്പിൾ ജ്യൂസ് എടുക്കുന്ന ആളുകളെ എ എന്നും ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന ആളുകളെ ബി എന്നും ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. ആപ്പിൾ ജ്യൂസ് എടുക്കുന്ന ആളുകളെ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന ആളുകളെ ബി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ അവിടെ താഴെ എഴുതേണ്ടത് ലെറ്റ് എ ബി the number of students take അല്ലെങ്കിൽ set of students take apple juice and B is a set of students take orange juice. ആ പുതിയ ആള് ക്യാമറ ഓൺ ചെയ്യുന്നതേ ഇല്ല. എന്താ പേര് നിന്റെ? മൈക്ക് ഓൺ ചെയ്യടാ. മിഥുൻ. ഏത് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയേ? നോക്കൂ, ആപ്പിൾ ജ്യൂസ് എടുക്കുന്ന ആളുകളെ എൻ ഓഫ് എ എന്ന് വിളിച്ചാൽ എൻ ഓഫ് എ എന്ന് പറയുന്നത് 100 ആണ്. 100 പേര് ആപ്പിൾ ജ്യൂസ് എടുക്കുന്നുണ്ട്. ശരിയല്ലേ?
ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നത് 150 ആണ് അല്ലെ. 150 ക്യാൻ ടേക്ക് ഓറഞ്ച് ജ്യൂസ്, 150 ടേക്ക് ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ എൻ ഓഫ് ബി എന്ന് പറയുന്നത് 150 ആണ്. ഇനി രണ്ടും എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 75 പേരാണ്. ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും എടുക്കാത്ത എത്ര പേരുണ്ട് അല്ലെ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഡസ് നോട്ട് ടേക്ക് ആപ്പിൾ ജ്യൂസ് ആൻഡ് ഓറഞ്ച് ജ്യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വെൻ ഡയഗ്രം യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇവിടെ ഇത് 200 പേരുടെ സെറ്റാണ്. അതാണ് യൂണിവേഴ്സൽ സെറ്റിൽ യുയിൽ ഉള്ളത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കേ. ഇത് ആപ്പിൾ ജ്യൂസ് എടുക്കുന്ന ആളുകള്, ഇത് ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന ആളുകള്. നമ്മൾ ആദ്യമേ ഫില്ല് ചെയ്യേണ്ടത് രണ്ടിലും ഉള്ളതല്ലേ അല്ലെ? രണ്ടും എടുക്കുന്ന എത്ര പേരുണ്ടെന്ന് നോക്കൂ. രണ്ടും എടുക്കുന്നത് എയുടെയും ബിയുടെയും കൂടി ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 75 ആണ്. ഇവിടെ നമ്മൾ 75 എഴുതി. ഇനി നോക്കിയേ, ആപ്പിളില് മൊത്തം 100 പേരായിരുന്നു അല്ലെ? മൊത്തം 100ൽ 75 ഇവിടെ പോയി. ബാക്കി എത്രയേ ഉള്ളൂ? 75. 100ന്ന് 75 പോകെ ബാക്കി 25 ആണ് ബാക്കി ആപ്പിൾ ജ്യൂസ് മാത്രം എടുക്കുന്നത്. അപ്പൊ പക്ഷെ നോക്കൂ, നിങ്ങൾ ആപ്പിളിന് ഫുള്ള് 100 ആയില്ലേ? നോക്കിയേ, ഈ 25 ചേർന്ന് 100 ആയില്ലേ ആപ്പിളിന് ഫുള്ള്? കണ്ടോ? അടുത്ത ബിയില് ആകെ 150 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതില് 75 പേര് രണ്ടിലും ഉണ്ട്. ബാക്കി 180ന്ന് 75 പോകെ ബാക്കി എത്ര പേരാ ഉള്ളത്? 75 പേര്. ഇവിടെ ബിയില് മാത്രം 75. നോക്കൂ, ഇപ്പൊ നോക്കൂ, ബിയില് 150 ഇല്ലേ? നോക്കിയേ, ബി ഫുൾ വട്ടം എടുത്ത് ബിയുടെ ഫുൾ വട്ടത്തില് 150 കിടക്കുന്നില്ലേ? 150 ഉണ്ട്. കണ്ടോ? അപ്പൊ ഇപ്പൊ 200 പേരിൽ ആകെ എത്ര പേരുണ്ട് ഇവിടെ? 75, 150, 25, 175 പേരുണ്ട്. അപ്പൊ ആ 175 പേരെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജ്യൂസ് എടുക്കുന്ന ആളുകളാണ്. അപ്പൊ 200 പേരിൽ 175 പേര് ഏതെങ്കിലും ഒരു ജ്യൂസ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ജ്യൂസും എടുക്കാത്ത ഇനി എത്ര പേരുണ്ടാവും? 200ൽ നിന്ന് 175 കുറച്ചാ പോരെ? 200ൽ 175 കുറയ്ക്കുമ്പോ എത്ര വരും? 25 വരും. കണ്ടോ? ഇതിൽ ആകെ ജ്യൂസ് എടുക്കുന്ന ആളുകൾ 175 ആണ്. ആകെ 200 പേരുണ്ട്. അപ്പൊ ഒരു ജ്യൂസും എടുക്കാത്ത ബാക്കി 25 പേരുണ്ടെന്നല്ലേ അർത്ഥം? മനസ്സിലായോ? ഇത് വരച്ചിട്ടതിന് ശേഷം എഴുതണം നമ്പർ ഓഫ് പേഴ്സൺ. സ്റ്റുഡൻസ് എന്നാണോ തന്നിരുന്നേ? എന്ത് ക്വസ്റ്റ്യൻ തന്നിരുന്നേ? സ്റ്റുഡൻസ് എന്നാണോ തന്നിരുന്നേ? അപ്പൊ എഴുതും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ടേക്ക് അറ്റ്ലീസ്റ്റ് 1 ജ്യൂസ്. ഒരു ജ്യൂസ് എങ്കിലും എടുക്കുന്നവർ. അറ്റ്ലീസ്റ്റ് 1, ഏതെങ്കിലും ഒരു ജ്യൂസ് എങ്കിലും എടുക്കുന്നവർ. അറ്റ്ലീസ്റ്റ് 1 ജ്യൂസ് ഇസ് ഈക്വൽ ടു 25 plus 75 plus 75 is equal to 175. ഒരു ജ്യൂസ് എങ്കിലും എടുക്കുന്നവർ. അപ്പൊ ഒരു ജ്യൂസും എടുക്കാത്തവര് $25. ചോദ്യം ഒന്നുകൂടെ വായിച്ചേ. ഇന്ന ഗ്രൂപ്പ് ഓഫ് ഇന്ന ഗ്രൂപ്പ് 200 ആണോ 400 ആണോ പറഞ്ഞേ? 400 ആണോ പറഞ്ഞേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചേ. ഇന്ന ഗ്രൂപ്പ് ഓഫ് 400. അപ്പൊ ഇവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. നോക്കൂ, നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനകത്ത് 200 അല്ല എടുക്കുന്നത്. ആരാണ് എടുക്കുന്നത്? 400 വേണം എടുക്കാൻ. കേട്ടോ, എനിക്ക് തിരിഞ്ഞു പോയതാ. അപ്പൊ ഇവിടെ 400 എടുക്കുന്നു. അപ്പൊ ആകെ 400ല് അറ്റ്ലീസ്റ്റ് ഒരു ജ്യൂസ് എങ്കിലും എടുക്കുന്നത് 175 പേരാണ് അല്ലേ? അപ്പൊ ഒരു ജ്യൂസ് എടുക്കാത്തവരെന്ന് പറയുന്നത് 200ൽ നിന്നല്ല സബ്ട്രാക്ട് ചെയ്യേണ്ടത്, പകരം ഏതിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 400ൽ നിന്നാണ്. അപ്പൊ എഴുതും, താഴെ എഴുതും. അതിന് പറഞ്ഞു തരാം, വെയിറ്റ് ചെയ്യാം. Number of students take neither apple juice nor orange juice is equal to number of students take neither apple juice nor orange juice is equal to 400 minus 175.
is equal to 225 എന്ന് കിട്ടും. -400 175 is equal to 225. പിടിയിട്ടോ? എനിക്ക് നേരത്തെ ഒരു അബദ്ധം പറ്റിയതാ. അതെ നോക്കാറുണ്ടോ? 400 പേരുടെ ഒരു ഗ്രൂപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആപ്പിൾ ജ്യൂസ് എടുക്കുന്നത് 100 പേരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നത് 150 പേരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും എടുക്കുന്നത് 75 പേരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടും എടുക്കാത്തവരുടെ എണ്ണം എത്ര ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ടും എടുക്കാത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മള് വെൻ ഡയഗ്രം വരച്ചു. എ എന്ന് പറയുന്ന ആപ്പിൾ ജ്യൂസും ബി എന്ന് പറയുന്ന ഓറഞ്ച് ജ്യൂസും ആണ്. രണ്ടും എടുക്കുന്നവരുടെ സ്ഥാനത്ത് 75 നമ്മൾ അവിടെ എഴുതി. ഇനി എ എന്ന് പറയുന്ന വട്ടത്തിൽ ആകെ 100 പേരായിരുന്നു വരേണ്ടത്. അതിൽ 75 ഇവിടെ പോയി, ബാക്കി 25 ആണ്. കണ്ടോ? ഇനി ബി എന്ന് പറയുന്ന വട്ടത്തിൽ ആകെ 150 ആയിരുന്നു വരേണ്ടത്. അതിൽ 75 ഇവിടെ പോയി, ബാക്കി 75 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ കിടക്കുന്നത് ഇത് ഈ 25 എന്ന് പറയുന്നത് ആപ്പിൾ ജ്യൂസ് മാത്രം കുടിക്കുന്നവരുടെ എണ്ണമാണ്. കണ്ടോ? ഈ 75 എന്ന് പറയുന്നത് ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കുടിക്കുന്നവരുടെ എണ്ണമാണ്. ഈ 75 എന്ന് പറയുന്നത് ഓറഞ്ച് ജ്യൂസ് മാത്രം കുടിക്കുന്നവരുടെ എണ്ണമാണ്. അപ്പൊ ഒരു ജ്യൂസ് എങ്കിലും കുടിക്കുന്നത് ഈ 25 കൂട്ടുമ്പോ എത്ര വരിക? 150 175 പേര് ഏതെങ്കിലും ഒരു ജ്യൂസ് എങ്കിലും കുടിക്കും. ആകെ 400 പേരില് 175 പേര് ഏതെങ്കിലും ഒരു ജ്യൂസ് എങ്കിലും കുടിക്കുന്നവരാണ്. രണ്ടും കുടിക്കുന്നവരും ഉണ്ട്. അറ്റ്ലീസ്റ്റ് 1 ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറഞ്ഞത് ഒരു ജ്യൂസ് എങ്കിലും കുടിക്കണം. എന്ന് വെച്ചാൽ 2 ജ്യൂസും കുടിച്ചൂടെ? വേണമെങ്കിൽ കുറഞ്ഞത് ഒരു ജ്യൂസ് എങ്കിലും കുടിക്കാം എന്ന് പറഞ്ഞാൽ 2 ജ്യൂസും കുടിക്കാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലേ? അപ്പൊ ഒരു ജ്യൂസ് എങ്കിലും കുടിക്കുന്ന 175 പേരുണ്ട്. അപ്പോൾ ഒരു ജ്യൂസ് പോലും കുടിക്കാത്തത് ആകെ 400 പേരിൽ നിന്ന് ആ 175 പേരെ ഒഴിവാക്കിയാൽ മതി. അപ്പൊ കിട്ടുന്നത് 225 ആയിരിക്കും ആൻസർ. പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി ആൾജിബ്രായിക്കലി ചെയ്യണം നമുക്ക്. വെൻ ഡയഗ്രം ഒന്നും വരയ്ക്കാതെ ചെയ്യാം. ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നവരെ NOA എന്ന് വിളിക്കുന്നു, 100 പേരാണ്. ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നവരെ NOB എന്ന് വിളിക്കുന്നു, 150 പേരാണ്. 2 ജ്യൂസും കുടിക്കുന്നവരെ A ഇന്റർസെക്ഷൻ B എന്ന് വിളിക്കുന്നു, 75 പേരാണ്. നമുക്ക് വേണ്ടത് എന്താ? ആപ്പിൾ ജ്യൂസും കുടിക്കരുത്, ഓറഞ്ച് ജ്യൂസും കുടിക്കരുത്. ശരിയല്ലേ? അപ്പോ ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നവരെ ആണെങ്കിൽ ആപ്പിൾ ജ്യൂസ് കുടിക്കാത്തവരെ A കോംപ്ലിമെന്റ് അല്ലേ? അല്ലേ? ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നവർ B ആണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് കുടിക്കാത്തവര് B കോംപ്ലിമെന്റ് അല്ലേ? അല്ലേ? അപ്പൊ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കുടിക്കരുത്, അരുത്. അപ്പൊ എന്നോ എന്താ നമുക്ക് വേണ്ടത്? എയുടെ കോംപ്ലിമെന്റിന്റെയും ബിയുടെ കോംപ്ലിമെന്റിന്റെയും കൂടെ ഇന്റർസെക്ഷൻ ആണ് വേണ്ടത്. കണ്ടോ? എന്നോ A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണ് വേണ്ടത്. പിടികിട്ടിയല്ലോ? പിടികിട്ടിയോ? ആപ്പിൾ ജ്യൂസും കുടിക്കരുത്, ഓറഞ്ച് ജ്യൂസും കുടിക്കരുത്. അപ്പൊ A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ഡിമോർഗൻസ് ലോ അനുസരിച്ച് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റിനെ മാറ്റിയിട്ട് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ് എഴുതിക്കൂടെ? നമ്മൾ പ്രൂവ് ചെയ്തതായിരുന്നു A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണെന്നല്ലേ? അപ്പൊ A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റിന് പകരമായിട്ട് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് ഇട്ട് കൊടുക്കാം. സോ വി ഗോട്ട് N of A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ്. N of A യൂണിയൻ B യുടെ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് A യൂണിയൻ B കുറച്ചാൽ A യൂണിയൻ B യുടെ കോംപ്ലിമെന്റ് കിട്ടും. പിടികിട്ടിയോ? N of A യൂണിയൻ B the whole complement is equal to N of U minus N of A യൂണിയൻ B. അല്ലേ? മോനെ പുതിയ മിഥുൻ
പ്രീവിയസ് വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷമേ നല്ലതുപോലെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇതിപ്പോ ഇന്ന് ചാപ്റ്റർ തീരുവാ, അതുകൊണ്ടാണ് ഇച്ചിരിയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. ആദ്യം മുതലുള്ള പോർഷൻസ് എല്ലാം കാണണം. ഇതിന്റെ റെക്കോർഡഡ് വീഡിയോയും നിങ്ങൾക്ക് അയച്ചു തരും. അതെല്ലാം കണ്ടതിന് ശേഷമേ ഇത് ഇരുന്ന് കാണാവുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവത്തുള്ളൂ. ആദ്യം മുതലേ അറ്റൻഡ് ചെയ്യുന്നവർക്ക് കുഴപ്പമുണ്ടായിരിക്കത്തില്ല. അപ്പൊ ഇത്ര എഴുതും, എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതും. N of u minus N of A union B. എഴുതിയോ? എഴുതിയോ? അപ്പൊ ഇനി N of A union B കാണണം. അപ്പൊ ഫോർമുല N of A union B is equal to N of A plus N of B minus N of A intersection B, which will be equal to N of A. N of A എന്ന് പറയുന്നത് എത്രയാണ്? ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നവര് 100 പേര്. 100 പ്ലസ് 150 മൈനസ് 75 which is equal to 250 മൈനസ് 75 എന്ന് വരും. which is 250 75 കുറച്ചാൽ 250 50 കുറച്ചാൽ 200. ഇനി 25 കൂടെ കുറയ്ക്കണം. എത്ര വരുന്ന വേഗം കാൽക്കുലേറ്റ് ചെയ്തേ. 250 മൈനസ് 75. മേക്ക് ഇറ്റ് ഫാസ്റ്റ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. 250 മൈനസ് 75 എത്രയാണെന്ന് കണ്ടുപിടിക്കും. 225 ആണോ? അല്ലല്ലോ. എത്ര? 175 അല്ലേ? 175. 175. അപ്പൊ ഇനി നമുക്ക് N of A union B the whole complement എന്ന് പറയുന്നത് N of U minus N of A union B ചെയ്താൽ മതി. ഇനി യൂണിവേഴ്സൽ സെറ്റിനകത്ത് 400 പേരുണ്ട്. ഇപ്പൊ A union B ചെയ്തപ്പോ 175 പേര്. 400ൽ നിന്ന് 175 കുറച്ചാൽ എഗെയിൻ നമുക്ക് കിട്ടും 225. അതാണ് 2 ജ്യൂസ് എടുക്കാത്തവരുടെ എണ്ണം. മനസ്സിലായോ? മനസ്സിലായോ? Next, there are 200 individuals with skin disorder. അടുത്ത ചോദ്യം. There are 200 individuals with skin disorder. There are 200 individuals with skin disorder. (120) exposed to chemical C1. കെമിക്കൽ C1 എക്സ്പോസ് ചെയ്തതുകൊണ്ട് സ്കിൻ ഡിസോർഡർ ഉണ്ടായ 120 പേരുണ്ട് എന്നാണ് അർത്ഥം. 120 എക്സ്പോസ്ഡ് ടു കെമിക്കൽ C1, 50 എക്സ്പോസ്ഡ് ടു കെമിക്കൽ C2. കെമിക്കൽ C2 എക്സ്പോസ് ചെയ്ത കാരണം സ്കിൻ ഡിസോർഡർ ഉണ്ടായ 50 പേരുണ്ടെന്ന്. 50 എക്സ്പോസ്ഡ് ടു കെമിക്കൽ C2 and 30 to both C1 and C2. C1 കൊണ്ടും C2 കൊണ്ടും സ്കിൻ ഡിസോർഡർ ഉണ്ടായ 30 പേരും ഉണ്ട്.
C1 കൊണ്ടും C2 കൊണ്ടും സ്കിൻ ഡിസോർഡർ ഉണ്ടായ 30 പേരും ഉണ്ട്. സബ് ക്വസ്റ്റ്യൻ എ അല്ല, എന്നിട്ട് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, ഞാൻ പറയുന്ന എഴുതിയിട്ട് സബ് ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് exposed to C1 but not C2. A ആണ് സബ് ക്വസ്റ്റ്യൻ എ. exposed to C1 but not C2. C1 ൽ എക്സ്പോസ് ചെയ്താൽ പക്ഷെ C2 ൽ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. സബ് ക്വസ്റ്റ്യൻ ബി C2 but not C1. C2 but not C1. C2 but not C1. C2 but not C1. Sub question C, C1 or C2. C1 or C2. C1 kondo C2 kondo. C1 or C2. സോ ഇവിടെ യൂണിവേഴ്സൽ സെറ്റിനകത്ത് 200 ആളുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ N of U 200 ആണ്. വെൻ ഡയഗ്രം വെച്ച് നമുക്ക് ചെയ്യാം. 200 പേരുടെ ഒരു സെറ്റാണ്. ഇയാള് C1 ഉം ഇയാള് C2 ആണ്. പറ, രണ്ടും എക്സ്പോസ് ചെയ്ത എത്ര പേരുണ്ട്? രണ്ടും എക്സ്പോസ് ചെയ്തത് C1 ഉം C2 എക്സ്പോസ് ചെയ്ത് ഒരേപോലെ 30 അല്ലേ? 30 അല്ലേ? 30 കൊടുത്തു. ഇനി 32 എന്ത് പറഞ്ഞേ പാർവതി? 32 എന്നല്ല പറഞ്ഞേ, 32. ഇങ്ങനെ എഴുതണ്ടേ ക്വസ്റ്റ്യനില്? 32 C1 and C2. C1 ഉം C2 ഉം കൊണ്ട് എക്സ്പോസ് ചെയ്തത് 30 പേര്. 32 എന്നല്ല, 32 C1 and C2. 30 കഴിഞ്ഞാൽ 2 TOQ. ആ ഇനി C1 ആകെ, വൈഷ്ണവി ഒന്ന് മ്യൂട്ട് ചെയ്തേ. നോക്കൂ, കുർത്തക്കേട് കാണിക്കില്ല. ഓക്കെ, C1 ആകെ എത്ര പേരാ? C1 ആകെ 120 അല്ലേ? അല്ലേ? അതില് 30 പേര് ഇവിടെ പോയി. ബാക്കി എത്ര പേരുണ്ട്? C1 മാത്രം 90 പേര്. അതില് അടുത്ത C2 മൊത്തത്തിൽ 50 പേരല്ലേ? അതില് 30 പേര് 2 പോയി. അങ്ങനെയാണെങ്കിൽ C2 മാത്രം 20 പേര്. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആയോ നോക്കോ. C1 കൊണ്ട് മാത്രം, C2 കൊണ്ട് അല്ലാത്തത് എത്ര പേർക്ക് എക്സ്പോഷർ ആയി? C1 കൊണ്ട് മാത്രം എത്ര പേർക്കായി? C1 കൊണ്ട് മാത്രം എത്ര പേർക്കായി? 90 പേർക്ക്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം 90. ഇനി C2 കൊണ്ടായതും C1 കൊണ്ട് അല്ലാത്തതും, C2 കൊണ്ടായതും C1 കൊണ്ട് അല്ലാത്തതും അത് എത്ര പേർക്കായി? എത്ര പേർക്കായി? 20 പേർക്ക്. യെസ്, 20 പേർക്ക്.
ഇനി C1 കൊണ്ടോ C2 കൊണ്ടോ, C1 ഓർ C2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. C1 കൊണ്ടോ C2 കൊണ്ടോ എന്ന് വെച്ചാൽ C1 ആവാം, C2 ആവാം, അല്ലെങ്കിൽ C1 C2 ആവാം. C1 കൊണ്ടോ C2 കൊണ്ടോ കിട്ടിയത്, C1 കൊണ്ടോ C2 കൊണ്ടോ കിട്ടിയെന്ന് നോക്കിയത് ഈ 3 പേരും കൂടെ കൂട്ടിയപ്പോഴേ ഇവര് C1 കൊണ്ട്, ഇവര് C2 കൊണ്ട്, ഇവര് C1 കൊണ്ടോ C2 കൊണ്ടോ. അപ്പൊ എത്ര കിട്ടോ പറഞ്ഞോ? 90 ഉം 30 ഉം 20 കൂടെ കൂട്ടുമ്പോൾ 140 ആണ് കിട്ടും. 140. ടെക്സ്റ്റ് ഉള്ളവരെ പേജ് നമ്പർ 23 എടുത്തേ. 23 പുസ്തകം ഉള്ളവര് പേജ് നമ്പർ 23. അവരാ ഒരു എസ് എഴുതിയിട്ടേക്കുന്നുണ്ടോ എക്സാമ്പിൾ 27. അതിനെയാണ് നമ്മൾ ഇപ്പോ സിംപ്ലി ഈ വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്തത്. മനസ്സിലായോ? അത്രയും എഴുതുമ്പോ എത്ര മാർക്ക് കിട്ടുന്നോ അത്രയും മാർക്ക് തന്നെ നിങ്ങൾക്ക് ഇതിലും കിട്ടും. വെൻ ഡയഗ്രം യൂസ് ചെയ്താലും കിട്ടും. അത് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്സ് തന്നെ ഇതിലും കിട്ടും. അത് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്സ് തന്നെ ഇതിലും കിട്ടും. അതാണ് വെൻ ഡയഗ്രത്തിന്റെ യൂസ്. മനസ്സിലായോ? അപ്പൊ എല്ലാ ടൈപ്പ് പ്രോബ്ലവും തീർന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഒഫീഷ്യലി കഴിഞ്ഞു.